നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയാണോ? എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരും ഡീറ്റെയിൽസും തരൂ. നമുക്ക് അയാളെ കോടതി കയറ്റാം. അയാളുടെ കയ്യിൽ നിന്നും നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുകയും ചെയ്യാം. ഞാനൊരു സോഷ്യൽ വർക്കർ കൂടിയാണ്. സ്ത്രീകളെ ഇത്തരം വ്യക്തി താല്പര്യങ്ങൾക്ക് ബലിയാടാക്കുന്നവർക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇല്ല ഡോക്ടർ, എനിക്കതിലൊന്നും താല്പര്യമില്ല. എന്റെ ഹസ്ബൻഡ് അത്തരത്തിലുള്ള മോശം ക്യാരക്ടറൊന്നും അല്ല. ഞാൻ സ്വയം ഒഴിഞ്ഞു കൊടുക്കുക. ഡോക്ടർ പറഞ്ഞ തുകയല്ല, 10,000 രൂപ കൂടുതൽ വേണമെങ്കിലും തരാം. സിറ്റിയിൽ നിന്ന് മാറിയുള്ള ഈ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയത് തന്നെ പെട്ടെന്ന് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാ. ശരി ശരി, നിങ്ങൾ പൈസ അടയ്ക്കൂ, ഞാൻ ചെയ്തു തരാം. സർട്ടിഫിക്കറ്റ് തരാന്ന്. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും നല്ലൊരു തുക വാങ്ങിയെടുക്കാനുള്ള അവസരമാണ് നിങ്ങൾ പാഴാക്കുന്നത്. പ്ലീസ് ഡോക്ടർ. വക്കീൽ പറഞ്ഞപ്പോ ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. ഈ ഫയലിലുള്ള സ്കാനിംഗ് റിപ്പോർട്ട് വെച്ച് തന്നെ എഴുതി തരാം. നിങ്ങൾ പുറത്തൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് മുഷിവൊന്നും തോന്നണ്ട. അല്പം മുമ്പ് ഒരു പെൺകുട്ടി വന്നിരുന്നു. അവളും മാരീഡ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ആരെയാ അവള് പറ്റിക്കാൻ നോക്കുന്നത്? എവിടെയൊക്കെയോ ചുറ്റും നടന്ന് ഗർഭമായിട്ടാ വന്നിരിക്കുന്നത്. ഞാനത് പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. എന്നിട്ടാണോ അവളെ കൊണ്ട് ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തിയത്? അല്ല മാം, ആ പെൺകുട്ടിയുടെ പേര് ശ്രേയാന്നല്ലേ? അതെ. നിങ്ങൾക്ക് അവളെ അറിയാമോ? ആ അറിയാം. അവള് മാരീഡാ. ഞാൻ പുറത്ത് വെച്ച് കണ്ടിരുന്നു. നമുക്കെന്ത് വേണം? ഇതൊക്കെ ഇപ്പൊ കോമൺ ആയി കഴിഞ്ഞു. കാലം മാറിപ്പോയി. നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ചേച്ചി നടന്നോ? ഹലോ പവിത്ര, നിങ്ങളിപ്പോ എവിടെ എത്തി? ഞാൻ പൊന്നമത്ത് കുടുംബക്ഷേത്രത്തിൽ വന്നതാ. ഇവിടെ ഉണ്ട്. എന്താ വിളിച്ചേ? ഞാനും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വെച്ച് തന്നെ നിന്നെ അവളെ ഞാൻ കൊല്ലട്ടെ? ദേവി, ഇത് ആശ എന്നെ കൊല്ലരുത്. നമ്മളെല്ലാം സംസാരിച്ചു തീർത്തതല്ലേ. ശ്രേയെ ആരും കൊന്നതല്ല. കാൽ തെറ്റി മറിഞ്ഞു വീണ് ഒരു മരക്കുറ്റിയില്. വേണ്ട, കള്ളക്കഥകൾ പറഞ്ഞ് ഇനിയും വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. അന്ന് ഞാൻ നിന്നെ വിശ്വസിച്ചതല്ലേ. പക്ഷേ മരുവത്തൂരിലെത്താൻ നീ വഴി ഒരു സഹായം പ്രതീക്ഷിച്ചു. പക്ഷെ ദർശന എനിക്ക് വഴികാട്ടിയായി. അന്ന് ഞാനല്ല പോലീസിനെ വിളിച്ചത്, ദർശന. ആക്ച്വലി അന്ന് ആശാനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഞാനാ. വീണ്ടും നീ നുണ പറയുന്നു. നുണകളിൽ നീ എത്ര നാൾ അള്ളിപ്പിടിച്ച് കിടക്കും പവിത്ര? അതെ, ചേച്ചി വിളിക്കുന്നു, ഞാൻ വെക്കുക. നീ പോയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ പൊന്നമ്മത്തമ്മയോട് ഏറ്റുപറ. ആദ്യം മാപ്പ് തരേണ്ടത് പൊന്നമ്മത്തമ്മയാണ്. തൊഴുതിട്ട് വാ രണ്ടും. കുരുതിക്ക് മുമ്പ് ഒരു പ്രാർത്ഥന നല്ലതാ. അവസാനത്തെ പ്രാർത്ഥന.
ശ്രേയയും മീനുവും എന്നെ കണ്ടു എന്നുള്ളത് ഷുവറാ. അന്നേരം അവരുടെ മുന്നിലെത്തി സംസാരിച്ചാൽ മതിയായിരുന്നു. എന്നെ അവിടെ കണ്ടതിന്റെ പരിഭ്രമത്തിൽ അവര് കടന്നു കളഞ്ഞാലോ എന്ന് പേടിച്ചാ സംസാരിക്കാതെ പോയത്. മണ്ടത്തരമായിപ്പോയി. എവിടേക്കായിരിക്കും അവര് പോയിട്ടുണ്ടാവുക? എങ്ങനെ കണ്ടുപിടിക്കും? ഛേ, അന്നേരം പിടിച്ചു നിർത്തിയാൽ മതിയായിരുന്നു. ഇവക്കിതെന്തിന്റെ കേടാ? ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാണല്ലോ, പിന്നെ വിളിക്കുന്ന എന്തിനാ? എന്തായാലും ശ്രേയെ കണ്ടുപിടിച്ചിട്ട് മതി, പിന്നെ വിളിക്കാം. വെറുതെ ടെൻഷൻ അടിക്കാതെ. ഏതായാലും ദർശനം നമ്മളെ കണ്ടില്ലല്ലോ. വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെങ്കിലോ? നമുക്കൊരു ചായ കുടിക്കാം. ചൂട് ചായ കുടിച്ചാ തൽക്കാലം ഒന്ന് റിലാക്സ് ആവും. ചേച്ചി, 2 ചായ എടുക്കാം. ഇവൾക്കൊരു സ്ട്രോങ്, എനിക്കൊരു ലൈറ്റ്. ഇത്തിരി മധുരം കൂട്ടിട്ടോ. ചേച്ചി ഒരു ചായ. എടാ സുനി, ആ പിള്ളേരുടെ ബോഡി കിട്ടിയോ? ഓ, ഒന്നും പറയണ്ട. എന്റെ അമ്മോ, കണ്ടു നിൽക്കാൻ വയ്യ. ആ പോലീസുകാരെ ചാക്കിൽ പെറുക്കി കൂട്ടുമായിരുന്നു. 2 പിള്ളേരുടെ ശരീരം എല്ലാം കൂടി ഒരു ചാക്കിൽ കൊള്ളാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ചിന്നി ചെതറി പോയില്ലേ? ഈ പിള്ളേർക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അവരിവിടെ വന്നിട്ടാ ആ കൊളുന്തുമലയിലോട്ട് പോയത്. അവരിവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചു, ഈ കൊളുന്തുമല ഒരുപാട് ദൂരെയാണോന്ന്. അതും 10-14 വയസ്സ് വരും. യൂണിഫോം ഇട്ട പിള്ളേരാണെന്നേ. സ്കൂളിൽ പോണ വഴിക്കാ. ആ പെണ്ണിന് എന്തേലും പ്രശ്നമുണ്ടോന്നാ എന്റെ സംശയം. എന്താ ചെയ്യാ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. പണ്ടേ നാട്ടുകാരൊക്കെ കൂടെ അവിടെ പരാതി പറഞ്ഞതാ, ഡേഞ്ചർ എന്ന് എഴുതിയൊരു ബോർഡ് അവിടെ വയ്ക്കാൻ. ഓ, ഇനിയെങ്കിലും അത് അവിടെ വച്ചാൽ മതിയായിരുന്നു. കുടിക്കേ കുടിക്കേ. ഞാനില്ലേ നിന്റെ കൂടെ? കൊളുന്തുമല, മാങ്ങാ തൊലി. അവിടെ നിന്നൊക്കെ നിനക്ക് ചാടണമെന്ന് തോന്നും. ഒടുവിൽ ഞാൻ സാക്ഷി പറയേണ്ടി വരും. നിന്റെ തന്തയും തള്ളയും കൂടി എന്നെ കൊന്നങ്ങ് കുഴിച്ചു മൂടും. ഞാനില്ലേ? കൊളുന്തുമല, നല്ല പേര്. എടി, അവിടെ താഴെ മുഴുവൻ കൊളുന്തായിരിക്കും. നല്ല മണമായിരിക്കും അല്ലേ?